ഇതാണ് സർപ്പം. അപ്പോൾ ഇതാണ് മൂന്ന് കല്ല് ആന എന്ന് പറയണതും ഇതിൻ്റെ ചരിത്രങ്ങൾ നിൽക്കുന്ന. അപ്പോൾ ഇതാണ് വർഷങ്ങളായിട്ടുള്ള ജനങ്ങൾ ആരാധിച്ചു പോരുന്ന ഒരു ഇതാണ്. അപ്പോൾ ജാതി മതങ്ങൾക്ക് അതീതമായി നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കി തൊട്ടുള്ള തൊടുപുഴ, കോട്ടയം എല്ലാം കാണാൻ കേട്ടോ. മനോഹരമാകുന്ന ഒരു വനമേഖലയുടെ ഉൾപ്രദേശത്തെ വനത്തിലാണ്. ആദ്യമൊക്കെ ഫോറസ്റ്റുകാരും അത് നമുക്ക് സമ്മതിക്കാതെ വന്നൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അതെല്ലാം കഴിഞ്ഞപ്പോൾ അതിൻ്റേതായ പല ഐതിഹ്യങ്ങൾ ജനത്തിന് പറയാനുണ്ട്. അതിൻ്റെ ഇത് നമുക്കിപ്പോൾ കാണാം. ഇത് ശബരിമലയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നതാണ്. അയ്യപ്പനാണ് ഇവിടെ വസിക്കുന്നതെന്നും ഉള്ള ഇതുണ്ട്. കാരണം ആനയുടെ തുമ്പിക്കൈ ആണ് ഇതാ കാണുന്നത്. 3 ആന ഒരാനയാണ് ഇതാ കാണുന്നത്. അപ്പോൾ ഇത് ഈ നിൽക്കുന്ന ആ വലിയ കല്ലിൻ്റെ ഒരു ഇത് ആനയുടെ തുമ്പിക്കൈ തന്നെയായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രമാകുന്ന നമ്മുടെ തൊമ്മൻകുത്ത് മേഖലയിലേക്ക് വരുമ്പോൾ ശിവരാത്രി ഇത് വരുന്നതോടുകൂടി തന്നെ അവിടുത്തെ മകരവിളക്കിൻ്റെ അതേ ദിവസം തന്നെയാണ് ഇവിടെയും ആഘോഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇത് ടൂറിസ്റ്റ് പോണക്ക് തന്നെ ഭയങ്കരമായിട്ട് ഐതിഹ്യങ്ങളും മഹാശക്തി ഉണ്ടെന്ന് ജനങ്ങൾ തന്നെ വിശ്വസിക്കുകയും ഇവിടുന്ന് പല അനുഭവങ്ങളുണ്ടായ അനേകം ആൾക്കാരുണ്ട്. ഇതൊരു നമ്മുടെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒത്തിരി കാണാനുണ്ട്, ഇവിടെ സഞ്ചരിക്കാനുണ്ട്. ദാ ഒരു മലയുടെ മുകളെന്ന് പറയുന്നത് ഗുഹ. അവിടെ തൊപ്പിമുടി എന്ന് പറയുന്നത് അവിടെ ശിവൻ തപസ് ഇരുന്നിട്ടുണ്ടെന്നും അതിൻ്റെ ഒരു ഗുഹകളുണ്ട്. ഇവിടെ പഞ്ചപാണ്ഡവന്മാർ വന്നിട്ടുള്ളതാണെന്നൊക്കെ ഉള്ളതാണ് ഐതിഹ്യങ്ങൾ പറയുന്നത്. അനവധി നിങ്ങൾക്ക് ഭീമൻ്റെ അവിടെ തപസ് ചെയ്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അനേകം അവിടെ ശിലകൾ കൊത്തിവെച്ച് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശിലകൾ കൊത്തിവെച്ചതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു. തേജസ് അത് മനോഹരമാണ്. ഇവിടുന്ന് അസ്തമയ സമയം നമുക്ക് കാണണം. വളരെ മനോഹരമാണ് കാണുന്നത്. ഇപ്പം രാത്രിയോട് കൂടിയാണ് ജനങ്ങളൊക്കെ വരിക. ഇപ്പം മലയുടെ മുകളിലേക്കുണ്ടോ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആഹാരങ്ങൾ തൊട്ട് എല്ലാം വരുന്നവർക്ക് അന്നദാനമുണ്ട് ഇവിടെ. ഇതാണ് കാരണം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അനേക അമ്പലങ്ങൾ പലയിടത്തും നമുക്ക് മൺമറിഞ്ഞ് നിൽക്കുന്ന മേഖലകളുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ തൊമ്മൻകുത്ത് ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ ഇവിടെ ആയിട്ടുണ്ടാകുന്നത്. കാരണം മകരവിളക്കിൻ്റെ അന്ന് ഈ കാണുന്നതൊക്കെ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ജാതി മത അതീതമായിട്ടുള്ള എല്ലാവർക്കും സദ്യ ഒരുക്കുകയാണ്. കാരണം വരുന്നവർക്കെല്ലാം ഇവിടെ അന്നദാനമുണ്ട്. എല്ലാവർക്കും പറ്റുന്നവർക്കൊക്കെ സഹകരിക്കാം. നിങ്ങളിനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ മകരവിളക്കിനോട് സംബന്ധിച്ച് തന്നെ തൊമ്മൻകുത്തിലെ ടൂറിസ്റ്റ് വരുമ്പോൾ അതിൻ്റെ മനോഹരതകളൊന്ന് കാണാം. നിങ്ങളിവിടെ വരുന്നവർക്ക് ഇവിടെ മനോഹരമുണ്ട്. അതേപോലെ അന്നദാനങ്ങൾ ഇവിടെ ജാതി മതം ഒന്നും അതിനകത്തില്ല. എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് നടത്തുന്ന മഹോത്സവമാണ് ഇവിടെ. അപ്പോൾ ഇതൊന്ന് കാണുക. ഇതെല്ലാം ആൾക്കാരൊക്കെ ഇനി രാത്രിയാകുമ്പോഴത്തേക്കാണ് എത്തിച്ചേരുക. അപ്പോഴത്തേക്കും നമ്മുടെ എല്ലാവരും അതിനുള്ള ഉത്സാഹിച്ച് ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കും. ഇത് കണ്ടോ മനോഹരമാകുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇത് ഈ മല എവിടെയായിട്ടാ? ഇതാ കാണുന്ന മല ഇത് കാണുന്നത് ഇതാ മലകൾ കയറിയിട്ടാണ്. കോട്ടപ്പാറ മുടി എന്ന് പറയുന്നത് ആ മേഖലയാണ്. ഇവിടെ നിന്ന് മനോഹരമാണ്. അത് കാഴ്ചകൾ കാണാനും നിങ്ങൾക്ക് കാളകെട്ടി അവിടുന്ന് ഇത് കോട്ടപ്പാറ മൺമണി. അത് കഴിഞ്ഞാൽ കഞ്ഞിക്കുഴി, ചേലച്ചൂട്, അത് കഴിഞ്ഞ് ഇടുക്കിയിലേക്ക് പോകുന്ന മലകളാണ്. അതാണ് പാണ്ഡവര് തപസ് ചെയ്തു എന്ന് പറയുന്നത്. ശിവനും തൊപ്പിമുടി എന്ന് പറയുന്നത്. അവിടെ ഗുഹയുണ്ട്. നമ്മുടെ മനോഹരമാകുന്ന വീടുകളുണ്ട് അവിടെ ഗുഹയ്ക്കുള്ളിൽ. വളരെ മനോഹരമാണ്. നിങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള മേഖലകളും കൂടെ വന്നു പോകാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക. അനേകം നമ്മളൊക്കെ കാഴ്ചകൾ വിദേശങ്ങളിലേക്കും മറ്റു നാടുകളിലേക്ക് പോയിപ്പെടുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ മനോഹരതകളും അതിശയമാകുന്ന ശക്തിയോട് കേന്ദ്രങ്ങളായ പഴയകാലത്തെ ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളായി ഇവിടെ ഇരിക്കുന്നത് കണ്ടില്ലേ. നേരത്തെ 3 ആനകൾ നിൽക്കുന്ന കല്ലായി പോയെന്നും അത് ഇവിടെ തപസ് ചെയ്യുന്ന സമയത്ത് ചെങ്ങന്നൂരിൽ നിന്ന് വന്നതാണെന്നൊക്കെ ഉള്ളതാണ് ഇതിൻ്റെ. ഏറ്റുമാനൂരിൽ നിന്ന് വന്നതാണ് ആനകൾ. അതിവിടെ വന്ന് തപസ് ചെയ്യുമ്പോൾ വന്നെന്നുള്ളതാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ഇവിടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നവരിൽ ജനങ്ങൾ ഇവിടെ 7 മണി തൊട്ട് പിന്നെ പുലരും വരെയുള്ള മകരവിളക്കിൻ്റെ മഹോത്സവത്തിൻ്റെ ഒരു ആഘോഷങ്ങളാണ് ഇവിടെ കാണുന്നതും കേൾക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും അടുത്ത വർഷം നിങ്ങൾ ഇവിടെ തൊമ്മൻകുത്തിലേക്ക് ടൂറിസ്റ്റ് വരുമ്പോൾ ഇതേ ദിവസം വരുന്ന മകരവിളക്കിൻ്റെ രാത്രികളിൽ നിങ്ങൾ എല്ലാവരും വരാനും ഈ
ഇതിനകത്ത് പങ്കുചേരാനും നിങ്ങൾക്കൊക്കെ തലേ ദിവസം മകരവിളക്കിൻ്റെ തലേ ദിവസം നിങ്ങളെല്ലാവരും വരിക. ഇവിടെ നിന്നാൽ തന്നെ കാണുന്ന മനോഹരമാകുന്ന അനവധി കാഴ്ചകളാണ് നമുക്കുള്ളത്. അപ്പോൾ തൊമ്മൻകുത്തൊക്കെ കണ്ട് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ വന്ന് അന്നദാനമൊക്കെ കഴിച്ച് എല്ലാവർക്കും കൂടെ കൂടാനുള്ള ഒരു ഭാഗ്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പുനർജനി മർമ്മ ചികിത്സാലയം ഇടുക്കി ജില്ല.